കേരളത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം പാണ്ഡ്യേശ വംശ തിലകം കേരളേ കേളി വിഗ്രഹം എന്നാണ്. പാണ്ഡ്യന്റെ മകനായിട്ട് ജനിക്കുകയും കേരളത്തിലുള്ള ആളുകൾക്ക് മുഴുവൻ സ്വന്തം കുട്ടിയായിട്ട് ഇന്നും അയ്യപ്പ എന്ന് ഒരു തവണ വിളിക്കുമ്പോ ഓടി വന്ന്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, 5 വയസ്സുള്ള അല്ലെങ്കിൽ 10 വയസ്സുള്ള ഒരു പെൺകുട്ടി മുതൽ 99 വയസ്സുള്ള ഒരു മുത്തശ്ശിയെ വരെ അമ്മയായിട്ട് കാണുന്ന ഒരു ചൈതന്യം പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ അത് സ്വാമിയാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവും, ദേഹാസ്വസ്ഥ്യം മൂലം പ്രാണം പോവും. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് സന്നിധാനത്തെത്തി ആ അറിവിന്റെ 18 പടികളെ താണ്ടി ഭഗവാനെ കാണുന്ന സമയത്ത് ഭഗവാൻ തന്നെ കാണാൻ വന്നൊരു ഭക്തനോട് മനസ്സിൽ തോന്നിക്കത്രേ, സ്വാമി ഇവിടെ വരെ എത്തിയത് സ്വാമി എടുത്തിട്ടുള്ള വ്രതം കൊണ്ടും എന്റെ അനുഗ്രഹം കൊണ്ടും മാത്രമല്ല, സ്വാമിയുടെ വീട്ടിലിരുന്ന് കുറച്ച് പെണ്ണുങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അവരുടെ പ്രാർത്ഥന കൂടി ഞാൻ കേട്ടതുകൊണ്ടാണ്. അതാണ് ഭഗവാൻ സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്ഥാനം. നിങ്ങളെ കാണാൻ ഭഗവാൻ ഇങ്ങോട്ട് വരുന്നു മലയിൽ നിന്ന്. നമ്മുടെ നാട്ടിലുള്ള ഓരോ ശാസ്താക്ഷേത്രങ്ങളും നിങ്ങളെ കാണാൻ വേണ്ടി ഭഗവാൻ ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. ഒരു കാരണവശാലും നിങ്ങൾ പറയരുത് ഞങ്ങളെ സ്വാമിക്ക് ഇഷ്ടമല്ല. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നലുണ്ടെങ്കിൽ ഇവിടുന്ന് വലിയ ദൂരമില്ല, പന്തളത്തേക്ക് പോവുക. പന്തളത്ത് പോയിട്ട് അവിടെയുള്ള പന്തളം താവഴിയിൽപ്പെട്ട തമ്പുരാട്ടിമാരോട് പറയാ, നിങ്ങൾ അയ്യപ്പസ്വാമി എന്തൊരു മനുഷ്യനാണ്, ഞങ്ങൾക്കൊക്കെ ഈ 10 വയസ്സിന് താഴെ 50 വയസ്സിന് മുകളിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പണ്ട് പോയത് ഓർമ്മയില്ല, ഇനി പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഞങ്ങളോടൊക്കെ ഇങ്ങനെ ഒരു ക്രൂരത എന്തിനു അദ്ദേഹം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് നിങ്ങളെ നമസ്കരിക്കും. എന്നിട്ട് പറയും, അമ്മയ്ക്ക് 10 വയസ്സിന് മുമ്പ് 50 വയസ്സിന് ശേഷമെങ്കിലും പോവാലോ, ഈ കുടുംബത്തിൽ വന്ന് ജനിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ആ സന്നിധാനത്ത് ഒരു തവണ പോലും ആ പ്രായത്തിന് മുമ്പും ശേഷം പോലും പോകാൻ സാധിക്കില്ല എന്നാണ്. പന്തളം രാജകുടുംബത്തിന് താവഴിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ശബരിമലയിലേക്ക് പ്രവേശനമില്ല. എന്നാ ഭഗവാൻ നെപ്പോട്ടിസം കാണിക്കണ്ടേ, എന്റെ ആൾക്കാർ വന്നോട്ടെ, ബാക്കിയുള്ളവർ പോണ്ട, ഏർപ്പാടുണ്ടോ? എല്ലാവരെയും ഒരുപോലെ കാണുന്നവനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വാമി എന്ന് വിളിക്കുന്നത്. സമമായിട്ട് കാണുന്നവൻ കൂടിയാണ് സ്വാമി. രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് വൈഷ്ണവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വായിക്കും. ഭഗവാന്റെ ആരാണ് ഈ മാളികപ്പുറത്തമ്മ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട് പലപ്പോഴും. ഈ വൃശ്ചികമാസക്കാലത്ത് ഒരു പ്രഭാഷണം കഴിഞ്ഞ സമയത്ത് കോഴിക്കോട് ജില്ലയിൽ ഒരു പെൺകുട്ടി, അവള് ഗുരുവായൂരപ്പന്റെ പരമഭക്തിയാണെന്ന് എനിക്കറിയാം. ആ കുട്ടി വളരെ ന്യായമായിട്ടുള്ള സംശയം ചോദിച്ചു, അയ്യപ്പസ്വാമി ത്രികാലജ്ഞാനി അല്ലേ ഏട്ടാ? ഓഫ് കോഴ്സ്, ഭഗവാൻ പരബ്രഹ്മാണ് മോളെ, ത്രികാലജ്ഞാനിയാണ്. ഉത്തരം. ഉടനെ അടുത്ത ചോദ്യം, അങ്ങനെ ത്രികാലജ്ഞാനി ആയിട്ടുള്ള ഭഗവാന് വർത്തമാനം അറിയാമായിരിക്കുമല്ലോ, ഭൂതം അറിയാമായിരിക്കുമല്ലോ, ഭാവി അറിയാമായിരിക്കുമല്ലോ? ഉറപ്പായിട്ടും അറിയാം. വീണ്ടും ചോദ്യം, അങ്ങനെയുള്ള ഭഗവാൻ എന്തിനാണ് ഏട്ടാ നടക്കില്ല എന്ന് അറിഞ്ഞിട്ടും ഒരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തത്, ആരും വരാത്ത കാലത്ത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം? അല്ലെ? കന്യയ്യപ്പന്മാര് വന്ന് എന്നെ കാണാൻ വരാത്ത കാലത്ത് ഞാൻ നിന്നെ വേലി കഴിച്ചോളാം. പിന്നെ കഴിഞ്ഞില്ല, പിന്നെ നമ്മൾ അതിനെ ഇങ്ങോട്ട് വിപുലീകരിക്കുകയാണ്. പിന്നെയുള്ള കഥകൾ വരുന്നത് മകരവിളക്ക് കാലത്ത് അവസാന ദിവസം മാളികപ്പുറത്തമ്മ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്നു, വാദ്യഘോഷമൊക്കെ ആയിട്ട്. അവിടെ നിന്ന് നോക്കുകയാണ് ഭഗവതി. അപ്പതാ കാണുന്നു ശരക്കോലുകൾ നിറഞ്ഞ ശരംകുത്തി. ഈ വർഷവും എന്റെ വിവാഹം നടക്കില്ല എന്ന് മനസ്സിലായ ഭഗവതി ഈ വാദ്യമേളങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് വളരെ ശോകമുഖമായി തിരിച്ചു പോകുന്നു. ഈ കഥയെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കേട്ട ആൾക്കാരുണ്ടാവും. ഈ പെരുന്നിനാകുളത്തുനിന്ന് ഒരു കന്യസ്വാമി മാളികപ്പുറത്തമ്മയെ കാണാൻ പോയിട്ട് എന്റെ അമ്മ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ എന്ത് മെന്റാലിറ്റിയിലാ ഭഗവതി ആ വന്ന ആളെ കാണേണ്ടത്? നീ ഒന്നും വന്നില്ലായിരുന്നെങ്കിൽ. എവിടെന്നാണ് ഇങ്ങനെയുള്ള ആളുകൾ പ്രചരിപ്പിച്ച കഥകൾ വിശ്വസിച്ച് നമ്മൾ പലരുടെയും വാക്കുകൾ കേട്ട് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കഥകൾ വിശ്വസിച്ചിരിക്കുന്നത്? അയ്യപ്പസ്വാമിയുടെ കാമുകി സ്ഥാനമുള്ള ദേവതയാണോ മാളികപ്പുറത്തമ്മ? അയ്യപ്പസ്വാമി നമസ്കരിക്കുന്ന അയ്യപ്പസ്വാമിയുടെ അമ്മയുടെ സ്ഥാനത്തുള്ള ദേവതയാണ് മാളികപ്പുറത്തമ്മ. 1970s ഇറങ്ങിയ ഒരു സിനിമ നമ്മളെ പഠിപ്പിച്ചു, കന്യ അയ്യപ്പന്മാർ വരാത്ത കാലത്ത് ഞാൻ നിന്നെ കല്യാണം കഴിപ്പിച്ചോളാം. അതും വിശ്വസിച്ച് നമ്മൾ ഇന്നും ഇരിക്കുകയാണ്. ആത്യന്തികമായിട്ട് നമ്മൾ അതിലൂടെ ആരെ ഇൻസൾട്ട് ചെയ്യണത്? ഒരിക്കലും നടക്കാത്തൊരു സത്യം ചെയ്തു കൊടുത്ത ഭഗവാനെ, അല്ലെ? അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥനയാണ്,
ഗുരുസ്വാമിമാരൊക്കെ ഇന്ന് ഒരുപാട് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള ഭാവം എന്താണെന്ന് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ അവര് നാളെ നിങ്ങളെ ചോദ്യം ചെയ്യും. എന്നോട് ചോദിച്ച പോലെ നിങ്ങളോട് ചോദിക്കും. ദയവായിട്ട് അവരോട് പൊരുത്തം കെട്ടവളെന്നൊന്നും പറയാതിരിക്കുക. എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നാ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതിനാണ് ഞാൻ പറഞ്ഞത്. ഭഗവാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ഭാവത്തിൽ അവിടെ ഇരിക്കുന്നു. വരുന്ന ആളുകളെ ഭഗവാൻ മുഴുവൻ അമ്മയായിട്ട് കാണുന്നു. ആ സ്ത്രീകൾക്ക് ഭഗവാൻ കൊടുക്കുന്ന ഒരു ആദരവാണ് അവിടേക്കുള്ള ഈ പ്രദർശനത്തിന് പോലും വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന അങ്ങനെ വ്യാഖ്യാനം പറയാറുണ്ട്. എന്തു തന്നെ ആയാലും ആ ഭഗവാൻ നമ്മുടെ അഭിമാനാണ്. ആരോ എന്തോ ചെയ്തോട്ടെ. എന്താ ദ്വാരപാലകനോ പടിയോ ദണ്ടോ യോഗദണ്ടോ വോട്ടവർ, സ്വർണം പോയോ പോയില്ലെന്ന് ചിന്തിക്കുന്നതിന് പകരം സ്വാമി എല്ലാ കാലത്തും അവിടെ നിന്ന് ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കുക എന്നാണ്. നമുക്ക് ആത്യന്തികമായിട്ട് ഭഗവാന് വേണ്ടി ഭക്തര് കൊടുത്ത ഭഗവാന്റെ സ്വത്ത് പോയി കഴിഞ്ഞാൽ ഭഗവാൻ അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അത് ഭഗവാൻ ചെയ്യുന്നുണ്ട്. ശാസ്താവ് എന്നുള്ള പദത്തിന്റെ തന്നെ അർത്ഥം ശാസിക്കുന്നവനും കൂടി ഉണ്ട്, പഠിപ്പിക്കുന്നവൻ. എന്ത് പഠിപ്പിക്കുന്നവൻ? ധർമ്മം ശാസിച്ച് പഠിപ്പിക്കുന്നവൻ. അതുകൊണ്ട് അവൻ ധർമ്മശാസ്താവായി. കാണുന്നവരിലൊക്കെ എന്നെ കാണാൻ പഠിപ്പിക്കുന്ന ഈശ്വരൻ, സ്വന്തം പേരെടുത്ത് തന്റെ ഭക്തർക്ക് കൊടുക്കുന്ന ഈശ്വരൻ. ഒരിക്കൽ എന്നെ കാണാൻ പോയി എന്നെ കണ്ട് ഞാനായി തീർന്നു കഴിഞ്ഞാൽ തിരിച്ച് ഞാനായി ജീവിച്ചോളണം എന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുന്ന ഭഗവാൻ. നെയ്യഭിഷേകം കഴിഞ്ഞ് ഭഗവാന് നമ്മുടെ ആത്മാവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. ആ ജീവാത്മാവും പരമാത്മാവും ഒന്നായി കഴിഞ്ഞു. പോകുമ്പോണ്ടായിരുന്ന ശീലങ്ങളും പോകുമ്പോണ്ടായിരുന്ന അവസ്ഥയും പോകുമ്പോണ്ടായിരുന്ന മാനസിക വ്യഥകളും ഒക്കെ മാറ്റിവെച്ച് ശേഷിക്കുന്ന കാലം എല്ലാവരിലും സ്വാമിയെ കാണാൻ സാധിക്കണം. ഞാൻ മറ്റേ ചിന്താവിഷ്ടയായ ശ്യാമളയിൽ ശ്രീനിവാസം പോയ പോലെ മലയ്ക്ക് പോകണമെന്നല്ല പറഞ്ഞത്. പക്ഷെ ആത്യന്തികമായി സർവ്വതിലും നിറങ്ങിയിരിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ് എന്നുള്ള ബോധ്യം ഇരിക്കണം. അപ്പുറത്ത് നിൽക്കുന്നതും സ്വാമി, ഇപ്പുറത്ത് നിൽക്കുന്നതും സ്വാമി. അല്ലെ? പേട്ട തൊഴുമ്പ് പറയാറില്ലേ, സ്വാമി നിന്റെ അകത്ത്, അയ്യപ്പൻ എൻ്റെ അകത്ത്. എൻ്റെ ഉള്ളിലുള്ള സ്വാമിയും നിന്റെ ഉള്ളിലിരിക്കുന്ന അയ്യപ്പനും ഒന്ന് തന്നെയാണ്. അതിനേക്കാൾ മുകളിലൊരു വേദന നടക്കുന്നില്ല, അതിനേക്കാൾ മുകളിലൊരു വേദമില്ല. ആ പ്രപഞ്ച സത്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം. അതിനാണ് ഭഗവാൻ ആ മലയുടെ മുകളിലിരിക്കുന്നത്. അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ കുറിച്ച് കൂടി സംസാരിക്കാനുള്ളതുകൊണ്ട് സ്വാമിയെ കുറിച്ച് ഒന്ന് ഓടിച്ച് പറഞ്ഞതാണ്. ഭഗവാനെ കുറിച്ച് പറയാതിരിക്കുക എന്ന് പറയുന്നത് ഭഗവാനോട് ചെയ്യുന്ന ഏറ്റവും വലിയ മഹത്വകരമാണ്. ആ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിക്കണം അയ്യപ്പസ്വാമിയെ. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വൈഷ്ണവ് വായിക്കും. അതിനുശേഷം ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും